ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ കുറ്റപ്പെടുത്തിയതിൻ്റെ ആ ഒരു വിഷമത്തിൽ എല്ലാവർക്കും മുന്നിൽ നിന്ന് ഓടി ഗോമതി റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ബാലേട്ടനെ ഞാൻ തോൽപ്പിച്ചു എന്നുള്ളൊരു ബാലേട്ടൻ്റെ മനസ്സിലുണ്ട്. ആകാശ് ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ബാലേട്ടനുണ്ടായ ക്ഷീണത്തേക്കാൾ വലിയൊരു അവസ്ഥയാണ് ഇപ്പം ഞാൻ കാരണം ബാലേട്ടനുണ്ടായതെന്നൊക്കെ പറയുമ്പോഴേക്കും ബാലൻ, അല്ല ഗോമതി, ഒരിക്കലുമല്ല, നീ എൻ്റെ അഭിമാനം രക്ഷിക്കുകയാണ് ചെയ്തതെന്നും ആര്യനെ ആട്ടി ഇറക്കിയത് കൊണ്ട് എൻ്റെ നെഞ്ചിലും തീയായിരുന്നുവെന്ന് അത് നിനക്കും അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ ബാലൻ ഗോമതിയോട്. ഗോമതി, എനിക്ക് അവനെ ഇവിടെ തിരിച്ചു വേണമായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സതിന് അനുവദിച്ചില്ല. ഒരിക്കലും എൻ്റെ അഭിമാനം കളഞ്ഞ് ഞാൻ അവനെ വിളിക്കുകയും ചെയ്യില്ലായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ വരാത്ത ദിവസങ്ങളിൽ നീറി കഴിയുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ബാലേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അങ്ങനെ ബാലൻ്റെ ഉള്ളിലിരിപ്പോൾ പുറത്ത് വന്നു. ഗോമതി, നീ എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇപ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അമ്മ കഴിഞ്ഞേ ഉള്ളൂ അച്ഛന് മക്കളിൽ അവകാശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഗോമതിയോട്, അതല്ല ഗോമതി, നീയാണ് പറഞ്ഞത് ശരി, അത് തന്നെയാണ് ശരി, അവൻ്റെ കാര്യത്തിൽ നീ തീരുമാനം എടുത്ത വലിയ ശരിയാണതെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും ഇന്ന് മുതൽ ഒരു മുറി കിടക്കട്ടെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ആ ഒരു ഇത് നമ്മുടെ ബാലൻ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ബാലേട്ടാ എന്ന് ചോദിച്ചപ്പം അവരുടെ വിവാഹം അത് ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം. ആനന്ദിൻ്റെ വിവാഹം കഴിയുന്നതുവരെ എനിക്കതിന് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുന്നു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനത് സമ്മതിച്ച് തരില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ബാലേട്ടൻ്റെ മനസ്സ് അത് എത്ര വലുതാണെന്ന് എനിക്കറിയാം. ബാലേട്ടൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് എൻ്റെയും ഇഷ്ടം. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാണ് ബാലേട്ട ഇത്. ആര്യനെ തിരിച്ചു വിളിച്ചത് ബാലേട്ടൻ അംഗീകരിച്ചില്ലേ, എനിക്ക് അത് മതിയെന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് എത്ര സന്തോഷം ഉണ്ടാക്കിയെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു ഗോമതി. ഗോമതി തിരിച്ചു വന്നിട്ട് അത് പിന്നെ ബാലേട്ട, എന്തായാലും ആ പെണ്ണ് മിടുക്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പെണ്ണാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഒരു പേടി. ഒന്നുമില്ല എന്നും പറഞ്ഞു നമ്മുടെ ഗോമതി. ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാനേ നമ്മുടെ അനിക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗോമതി അങ്ങ് പോയി. പക്ഷെ ബാലന് കാര്യം മനസ്സിലായി. ബാലൻ എന്നിട്ട് അവിടെ എങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് മിത്ര അലോഹിനെ കാത്തിരിക്കുക. അപ്പോൾ അലോഹ അങ്ങ് വന്നു. ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. എന്താ അടിയെന്ന് ചോദിച്ചപ്പോൾ എന്താ പ്ലാൻ ചെയ്തിരുന്നത്, നീ ആര്യനെ കണ്ട് കാര്യം പറയുന്നു, ആര്യന് സപ്പോർട്ട് കൊടുക്കുന്നതായി അഭിനയിക്കുന്നു, അവനെ കൊണ്ട് ആ ബാലനെതിരെ പോലീസിൽ പരാതി കൊടുപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമ്മൾ പറഞ്ഞിരുന്നേ? അതെ. എന്നാ നീ കേട്ടോ, അവൻ തിരിച്ചു വന്നു. ആര്യൻ അവൻ വന്നോ? അവൻ വന്നെന്ന് മാത്രമല്ല, അവരെല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അച്ഛമ്മ വഴക്ക് ആയിട്ട് ഇവരുടെ ഇടയിലേക്ക് ചെന്നപ്പോഴേക്കും മിത്ര അച്ഛമ്മയെ പേടിപ്പിക്കാൻ ചെല്ലുക. അപ്പോഴേക്കും നന്ദിത വന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ ആൾ കളിക്കുന്നതൊക്കെ പൊക്കോട്ടെ, നീ അച്ഛമ്മയെ ഭരിക്കാറൊന്നും ആയിട്ടില്ല, അതൊന്നും നീ ചെയ്യണ്ടാന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നതേ അപ്പുറത്തുള്ളവർക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ആ പ്രശ്നമെന്നാണെന്ന് പറഞ്ഞപ്പം അച്ഛനും ഇളയച്ചനും വരട്ടെ, ഞാൻ പറഞ്ഞോളാമെന്ന് മിത്ര. അപ്പം ചതിക്കല്ലേ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു നന്ദിത. ആ സമയം എടി നീ നോക്കിക്കോ, അവൻ തീർച്ചയായും പരാതി കൊടുത്തിട്ടുണ്ട്, അത്രയ്ക്ക് ഉറപ്പിച്ച് അവൻ പറഞ്ഞതെന്ന് അലോഹ് പറഞ്ഞപ്പം. പക്ഷെ അവൻ തിരിച്ചു വന്നതോന്ന് ചോദിച്ചു. അതൊന്നും നമ്മൾ അറിയണ്ട, ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൻ വന്നതാണെങ്കിലോ. അവനെന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ, അവിടെ പോലീസ് വരികയും ചെയ്യും, അത് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അവർ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് അവിടെ ഏട്ടനും അനിയനും അതുപോലെ നമ്മുടെ അമ്മയും അനിയത്തിയും എല്ലാവരും ധർമ്മനുമൊക്കെ നിന്നിങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് പോയിരുന്നെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകാൻ കാരണം നീയല്ലേടാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആകാശം, പക്ഷെ അച്ഛൻ നിന്നെ തല്ലിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് ആകാശം ഇങ്ങനെ സങ്കടപ്പെടുമ്പം അതൊക്കെ എനിക്കറിയാം, ഏട്ടൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാമനെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്ത് കിട്ടുമെന്ന് ആര്യൻ. എന്നാൽ അതൊക്കെ പോട്ടെ, ഇന്നലെ നീ എത്ര പൊറോട്ട കഴിച്ചെന്ന് ചോദിച്ചു ധർമ്മൻ ആര്യനോട്. 7 പൊറോട്ട കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ 7? 7 പിന്നല്ലാതെ. അതേ, എന്തായാലും ഞാൻ ഈ ഒരു ചരടിൽ നിന്ന് അഴിഞ്ഞു പോയ ദിവസമല്ലേ, എന്നെ പൊട്ടിച്ചെറിഞ്ഞു വിട്ട ദിവസമല്ലേ, ഞാനതങ്ങ് ആസ്വദിച്ചു. അല്ല, ഏട്ടത്തി ഒന്ന് മാറി നിൽക്കണേ, ഏട്ടത്തിയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ, ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആര്യൻ മീനുവിനോട്. അല്ല ആര്യൻ, എങ്ങനെയാണെങ്കിലും നീ ഇവിടെ എത്തുമായിരുന്നു, അച്ഛൻ തന്നെ നിന്നെ വിളിക്കുമായിരുന്നു എന്നും മീനു പറയാം. ആകാശേ,
ദേ ഞാൻ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കുറച്ച് അലങ്കാരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, രാവിലെ തന്നെ അതൊക്കെ മാറ്റിയേക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്തിനാ പൂവ്, അതൊന്നും വേണ്ടായിരുന്നു എന്ന് ആകാശ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്നേഹവും അടുപ്പമൊക്കെ കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുക ഞാനെന്നങ്ങനെ പറഞ്ഞപ്പം, ഇതൊന്നും അല്ല മോളെ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ധർമ്മൻ. എന്തായാലും നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു പുറത്തേക്കങ്ങ് പോയി. അപ്പോൾ ആകാശിന് കിട്ടിയ ഭാഗ്യമാണ് മീനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആകാശിനോട് പറയുന്നു, നമ്മുടെ ആര്യനൊക്കെ. ആ സമയത്ത് സത്യം ആകാശേട്ടാ, ചേച്ചി പാവമാണെന്ന് അനുക്കുട്ടിയും പറഞ്ഞു. പിന്നെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് ഒന്ന് ഒരുക്കാനുണ്ട്, നീ പുറത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ ആകാശിനെ പറഞ്ഞു വിട്ടിട്ട് അവർ മണിയറ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. ഈ സമയത്ത് നമ്മുടെ ഗോമതി അടുക്കളയിൽ ഇങ്ങനെ പാത്രമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടാണ് സത്യം ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പം നടന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊന്നും വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇവിടെ നടത്താൻ പറ്റുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ നിന്ന് സംസാരിക്കുന്നത് അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ മീനാക്ഷി കേൾക്കുന്നു. അപ്പം മറിഞ്ഞു നിന്ന് കേൾക്കാം, എൻ്റെ മോനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, ബാലേട്ടനും അത് അംഗീകരിച്ചു. എനിക്ക് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ ആള് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കൊള്ളാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മീനും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ഗോമതി ഒന്ന് ചമ്മി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്ത് വേണമെന്ന് ചോദിച്ചു. അത് ശരി, പാലം കടന്നപ്പോൾ മീനാക്ഷി വേണ്ടല്ലേ? ആര് പാലം കടന്നെന്ന്? ആരും ഇവിടെ പാലൊന്നും കടന്നില്ലല്ലോ, ഞാൻ ചെന്ന് വിളിച്ചത് കൊണ്ടാണ് എൻ്റെ ആര്യമോൻ വന്നതെന്ന് ഗോമതി പറയാം. അമ്മ എന്ന് വെച്ചാൽ അവന് ജീവനാ. പിന്നെ ആര്യനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ബാലേട്ടൻ അത് അംഗീകരിച്ചു. അല്ലാതെ ബാലേട്ടൻ തോറ്റതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുമ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ ഒന്ന് മീനു. ഭർത്താവിൻ്റെ കുറ്റോ? അതെ, എൻ്റെ ബാലേട്ടന് ഒരു കുറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി പറഞ്ഞപ്പോൾ ശരി ഞാൻ തർക്കിക്കുന്നില്ല. അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായോ എന്ന് ചോദിച്ചു മീനു. അപ്പം എന്താന്ന് ചോദിച്ചപ്പം, അമ്മേ വീട്ടിൽ പുരുഷനുള്ള അതേ അവകാശം സ്ത്രീക്കുണ്ട്. അമ്മ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അച്ഛനത് അംഗീകരിച്ചത് അമ്മ കണ്ടോന്ന് ചോദിച്ചു. നമ്മുടെ ശബ്ദം അടുക്കളയിൽ മാത്രം കേട്ടാൽ പോരമ്മേ, ഹോളിലും വരാന്തയിലും ഒക്കെ മുഴങ്ങണമെന്ന് പറഞ്ഞപ്പം, ഓ അത് ശരി, സമാധാനമായിട്ട് പോകുന്ന വീട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചപ്പം, ശടാ അടുക്കളയിൽ പുകയും പൊടിയും കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഇത് തന്നെ എനിക്ക് വേണമെന്ന് മീനു ഗോമതിയോട്. അയ്യോ അങ്ങനെ അടുക്കളയിൽ പുകയൊന്നുമില്ല, ബാലേട്ടനെ ഗ്യാസ് അടുപ്പാണ് വാങ്ങി തന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഗോമതി. ശരി സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രതികരിക്കാൻ അമ്മയ്ക്ക് ചെറിയൊരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ആ ധൈര്യം അതമ്മ വിട്ടുകളയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. അമ്മയൊരു പാവം അമ്മയാന്ന് പറഞ്ഞിങ്ങനെ തോളയിലേക്ക് കൈ വെച്ചു മീനു. അപ്പോൾ എന്താ എന്താ അമ്മേ? അല്ല ഇതെന്താന്നാ ചോദിച്ചത്, കൈ എടുക്കാൻ പറഞ്ഞു. അപ്പം ഇത് ഞാൻ എൻ്റെ പാവം അമ്മയുടെ തോളത്ത്, മാല പോലെ മനസ്സുള്ള എൻ്റെ അമ്മയുടെ തോളത്ത് പിടിച്ചതാ. എന്താ എന്ന് ചോദിച്ചപ്പം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ടാന്ന്, എന്നെ പുകഴ്ത്തുകയും വേണ്ടാന്ന്. മനസ്സിലായോ? എൻ്റെ മനസ്സേ അത്രയ്ക്ക് പാലൊന്നും അല്ലെന്ന് ഗോമതി. ദേഷ്യം ഞാൻ ആള് വേറെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, ശരി അമ്മേ ഞാനൊന്നും പറയുന്നില്ല, ഒരു കാര്യത്തിൽ ഇടപെടുന്നുമില്ലെന്ന് പറഞ്ഞിങ്ങനെ പോകാൻ തുടങ്ങുമ്പം, അല്ല അതെ എന്ന് പറഞ്ഞ് ഗോമതി പിടിച്ചു നിർത്തി. ഇന്ന് ചെയ്തു തന്നതിനൊക്കെ നന്ദിയുണ്ട്, എന്നാൽ അതെ ഈ മോളോട് ഈ കവിളത്തൊരു ഉമ്മ തരാൻ പറഞ്ഞു. അയ്യോ അത്രയ്ക്ക് അങ്ങ് അടുപ്പൊന്നും വേണ്ട കേട്ടോ, എന്നാൽ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു ഗോമതിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് നമ്മുടെ മീനും ഗുഡ് നൈറ്റും ടാറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ ഗോമതി പിന്നാലെ ഓടി ചെന്നു കേട്ടോ. അമ്പടി കള്ളി, ഇവൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞൊരു കള്ള ചിരിയൊക്കെ ഗോമതിക്ക്. അങ്ങനെ നമ്മുടെ ഗോമതിക്ക് മീനുവിന് ഇഷ്ടമായി തുടങ്ങി. പക്ഷേ ബാലേട്ടനെ തോപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നിന്ന് പാത്രം തുടയ്ക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ആകാശിന് അലങ്കാരങ്ങളൊക്കെ നടത്തി മൊത്തത്തിലൊരു എന്താ പറയുന്നത്, ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുക. ഇന്നു മുതൽ നീ വേറൊരാളാണ്, നിനക്ക് കുടുംബജീവിതം ആരംഭിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ മനസമാധാനമായിട്ട് ജീവിക്കണം എന്നൊക്കെ. അപ്പോൾ പിന്നെ ചേച്ചി എങ്ങനെ നോക്കണം, ഏട്ടത്തിക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, അതിനൊന്നും അച്ഛൻ്റെ അനുവാദം നോക്കി നിൽക്കരുത്, ഇതൊക്കെ പറഞ്ഞ് ആരിനെല്ലാം ഉപദേശിക്കുക. അപ്പോൾ അതെ പറയാനെല്ലാം എളുപ്പം, അച്ഛൻ കേൾക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് പറയണേന്ന് പറഞ്ഞ് ധർമ്മൻ. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് നീ ഇതൊക്കെ ചെയ്തു കൊടുക്കണം, പക്ഷേ അച്ഛനോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കരുത്, അത് നീ അവളോടും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ആനന്ദ്. അപ്പോൾ ഏട്ടൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത്, കാലം മാറിപ്പോയി, ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്ന ഒരു മിടിക്ക് കുട്ടി ഏട്ടത്തി നല്ല ഓപ്പണാണ്, കുറച്ചൊക്കെ സംസാരിച്ചെന്നിരിക്കുമെന്നും പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും ചോദിച്ച്. അപ്പം 100 ആയിസ ഇപ്പം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ എന്നും പറഞ്ഞു. പിന്നെ കണ്ടല അലങ്കാരങ്ങളൊക്കെ കട്ടില്ലേ, പൂക്കളുണ്ട്, തലയിൽ വെക്കാനുള്ള പൂ വരെ റെഡിയാണ്, ഇനിയിപ്പം ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ഛനകത്തേക്ക് ഓടിക്കയറി വന്നു. അപ്പോൾ ഓടിക്കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. വന്നത് വേറെ ഒന്നിനുമല്ല, ആകാശിനെ കടയിലെ കണക്കെഴുതാൻ വിളിക്കാനാണ്.
അപ്പോൾ ആരും പറഞ്ഞു അച്ഛാ ഇന്നൊരു ദിവസം ഏട്ടനെ വെറുതെ വിടുക, കടയിലെ കണക്കൊന്നും ചോദിക്കേണ്ട അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല എന്ന് നമ്മുടെ ബാലൻ. അളിയൻ എപ്പോഴും ഗോമതി സ്റ്റോഴ്സിൻ്റെ കാര്യമുള്ളോ മനസ്സിൽ, എടാ നീ പോയൊന്ന് തീർത്തിട്ട് വരാൻ പറഞ്ഞു ആകാശിനെ വിളിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം, അത് കൊച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല അച്ഛാ ഇവിടെ അധിക ദിവസവും കരച്ചിലായിരുന്നല്ലോ, ഇപ്പോൾ ഇന്നൊന്ന് ചിരിക്കട്ടെ എന്നും പറഞ്ഞ് ആര്യൻ. അപ്പം നീ വാന്നും പറഞ്ഞ് ആകാശിനെ വിളിച്ചുകൊണ്ട് ബാലൻ അങ്ങോട്ട് പോവാം. അപ്പോൾ അവരങ്ങ് പോയി. എന്നിട്ട് പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും നീ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ നടന്നല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ മകനോട്. അപ്പം അച്ഛൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു ആകാശ്. ഞാൻ മീനാക്ഷി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയച്ചാ, അവൾ നല്ല കുട്ടിയാണ്, അച്ഛനെ അവൾക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ മുഖത്ത് നോക്കി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞല്ലേ ഇഷ്ടം കാണിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആകാശ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. നീ ഒരു പെണ്ണുമായിട്ട് വന്നു, സന്തോഷിച്ചു, ഇപ്പതാ ഒരുമിച്ച് ജീവിതവും തുടങ്ങാൻ പോകുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ആകാശ്. അത് കേട്ടപ്പോൾ മോനെ നീ ആനന്ദിൻ്റെ മുഖം ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു. അവൻ നിന്റെ കേൾക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവൻ്റെ ഉള്ളു കരയുകയാണെന്നുള്ള കാര്യം നമ്മുടെ ബാലൻ നേരം പറഞ്ഞു. എന്താണെന്ന് നിനക്കറിയാവോ? അവൻ ഇനി പെട്ടെന്നൊരു വിവാഹമൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ മൂത്തയാളിരിക്കുമ്പോൾ ഇളയാൾ കല്യാണം കഴിച്ചാൽ മൂത്തയാൾക്ക് പിന്നെ ആലോചനകൾ വരാനായിട്ട് വൈകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകാശിനൊരു വിഷമം. അവർക്ക് പിന്നെ മനസ്സും മടുക്കും. എനിക്കിനി ഒരു കല്യാണം വേണ്ട എന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ച് കളയും. ഇളയവർക്കൊരു കുഞ്ഞൊക്കെ ആയാൽ പിന്നെ മൂത്തവർ പിന്നെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കത്തേയില്ല. എത്രയോ ആൾക്കാരെ എനിക്കറിയാം അങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരായിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. എൻ്റെ ആനന്ദം മുഴുവൻ ജീവിതത്തിൽ വിവാഹം കഴിക്കാതെ ഇവിടെ നിന്ന് പോകുന്നത് കാരണം എനിക്ക് വയ്യ. അവനൊരു കുടുംബം വേണം, കുട്ടികൾ വേണം, അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ആനന്ദേട്ടന് പറ്റിയൊരു കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അതിന് നിൻ്റെ ഉപദേശമൊന്നും വേണ്ട എന്ന് ബാലൻ പറയുകയും ചെയ്തു. അവനൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമല്ലേ അച്ഛാ എന്ന് ആകാശ് പറഞ്ഞു. പക്ഷേ അവനൊരു കുടുംബം ഉണ്ടാകുന്നത് വരെ നീയും ഇതുപോലെ തന്നെ കഴിയണം എന്ന് ബാലൻ പറയണം. എന്ന് വെച്ചാൽ മീനാക്ഷി നിന്റെ ഭാര്യയായി വന്നെങ്കിലും ആനന്ദിൻ്റെ വിവാഹം കഴിയുന്നത് വരെ നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ പാടില്ല എന്ന് ആകാശിനോട് ബാലൻ പറയുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ചേരുന്ന, എന്തായാലും നിനക്ക് ഭാര്യയായി, പക്ഷേ കുട്ടികൾ ഉണ്ടാകരുതെന്നാണ് ബാലൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി എന്നുള്ള രീതിയിൽ ആകാശം ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആ കുട്ടിയോട് നിന്നോട് ഒരു വിരോധവും ഇല്ല, പക്ഷേ ആനന്ദിൻ്റെ ഒരു ജീവിതം ഉണ്ടായി കാണാൻ എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ നിന്നോട് യാചിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന എന്തും നീ അനുസരിച്ചിട്ടേ ഉള്ളൂ, ഇത് നീ അനുസരിക്കണമെന്ന് പറഞ്ഞു. അച്ഛാ ഞാൻ അനുസരിച്ചോളാമെന്ന് പറയാണ്. അങ്ങനെ ആകാശിൻ്റെ ഇന്നത്തെ ആദ്യ രാത്രി കുളവാക്കി ബാലൻ. പാപം നമ്മുടെ മീനും എല്ലാം സ്വപ്നം കണ്ട റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശ് റൂമിലേക്ക് ചെന്ന് കയറി. ആകാശ് മുറിയിലേക്ക് ചെന്ന് കയറിയപ്പോൾ എന്തായാലും നിങ്ങളുടെ അച്ഛനും വീട്ടിലുള്ളവരും എല്ലാവരും സൂപ്പറാണെന്ന് നേരം മീനു പറയൂ കേട്ടോ. ഇന്നലെ കണ്ട വീടേയല്ല, ആരും തിരിച്ചു വന്നപ്പോൾ എന്തൊരു സന്തോഷ, മൊത്തത്തിൽ ഈ ദേവമംഗലത്തിന് ഒരു കളർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവൻ വന്നതോടെ എൻ്റെ ശ്വാസം മുട്ടലും മാറി, അമ്മയായിട്ട് ഞാൻ കമ്പനിയായി എന്നൊക്കെ പറയാം. ആകാശെ പിള്ളേർ പൊളിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ ബെഡും റൂമും ഒക്കെ ഒരുക്കി കളഞ്ഞത് കണ്ടോ, ഇന്നലത്തെ വിഷമം മുഴുവൻ മാറിയതുപോലെയാണെന്നൊക്കെ പറഞ്ഞു. ആകാശം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആകാശ് ഇങ്ങനെ തന്നെ നിന്നപ്പോൾ അതെ ഞാൻ പറയുന്നതൊന്നും ആകാശ് കേൾക്കുന്നില്ലെന്ന് ചോദിച്ചു മീനു. അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കണു, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ മീനുവിന് മനസ്സിലായി എന്തോ ഒരു വിഷമമുണ്ടെന്ന്. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ നമ്മുടെ കണ്ടതും പ്രേമം തുടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ എന്നൊക്കെ പറഞ്ഞു. നീ ഇങ്ങിരുന്നേ എന്നും പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഇപ്പോഴാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതെന്നും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനു ഇങ്ങനെ പറയണം. അങ്ങനെ ആകാശിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആകാശിന് പേടിയായി തുടങ്ങി. അച്ഛന് വാക്കും കൊടുത്തു, മീനു ആണെങ്കിൽ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആരോ റൂമിൻ്റെ ഡോറിൽ വന്നിങ്ങനെ കൊട്ടിയപ്പോൾ ഇവരിങ്ങനെ നോക്കും ആരാണെന്ന്. അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നന്ദി.